കാലിക്കറ്റോടല്ലേ നമ്മുടെ മാനുക്കന്റെ കോഴിക്കോട് മാങ്കാവുള്ള മാനുക്ക ഇപ്രാവശ്യം കുറെ വണ്ടി ഒരുപാട് വണ്ടികളുണ്ട്. തണ്ടർബേർഡ് എക്സ് എങ്ങനെയാണ്? 2018 മോഡൽ 19 ഡെലിവറിയാണ്. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 1.8 വരും. 1,08,000 രൂപക്ക് തണ്ടർബേർഡ്. ഹിമാലയാണോ? ഹിമാലയ 2018 മോഡൽ. 2018 ഹിമാലയ. കിലോമീറ്റർ 38,000. എങ്ങനെയാ റേറ്റ് വരുന്നത്? 1,40,000. 1,40,000 രൂപക്ക് ഹിമാലയ. 2015 സ്റ്റാൻഡേർഡ് അല്ലേ? സിംഗിൾ ഓണർ അല്ലേ? എത്ര കിലോമീറ്റർ ഓടിക്കുന്നത്? ഇത് 40,000 കിലോമീറ്റർ. 40,000 കിലോമീറ്റർ. റേറ്റ് 68,000. 68,000 കേട്ടോ. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇക്ക അപ്രിൽ എങ്ങനെയാണ്? അപ്രിൽ 2023 ആണ്. 2023 അപ്രിൽ അല്ലേ? 9,000 കിലോമീറ്റർ ഓട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ആകെ 9,000 ഉള്ളൂ. ഓ പക്ക നീറ്റ് ഷോറൂം കണ്ടീഷൻ. ഷോറൂം കണ്ടീഷൻ വണ്ടിയാട്ടോ. ടയറെ കണ്ടില്ലേ? വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക വണ്ടി. ഷോറൂം എന്നുള്ള വണ്ടി അത്. ഇത് എങ്ങനെയാണ്? ഇത് നമുക്ക് 85,000 രൂപ. 85,000 രൂപക്ക് 9,000 കിലോമീറ്റർ. 80,000 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 5,000 രൂപ ഇറക്കാം. 5,000 രൂപ ഇറക്കാം. അപ്പൊ നമുക്ക് വെറും 5,000 രൂപക്ക് വണ്ടി ഇറക്കട്ടോ. പുതിയൊരു വണ്ടി. ആകെ 9,000 കിലോമീറ്റർ വണ്ടി ഓടിയുള്ളൂ കേട്ടോ. അടുത്ത് ഇത് 2021 റാസിഡാർ പുതിയ ന്യൂ മോഡൽ. പുതിയ മോഡൽ റാസിഡാർ കേട്ടോ. നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ ഏകദേശത്തിനുണ്ടോ? കിലോമീറ്റർ 11,000 അങ്ങനെ തോന്നിട്ടുള്ളൂ. 11,000 കിലോമീറ്റർ അല്ലേ? അപ്പൊ എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് വരുന്ന പ്രൈസ് 63 അല്ലേ? അവിടെ 63,000 രൂപക്ക് റേസിഡാർ കേട്ടോ. അടുത്ത വണ്ടി ഇത് 2022 പിന്നെ ജൂപ്പിറ്റർ 125. 22 മോഡലാ അല്ലേ? ഫ്രണ്ട് പെട്രോൾ ഫ്രണ്ടിൽ വരുന്ന ന്യൂ മോഡല്. ഇത് ഓണർഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 30,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ അല്ലേ? നീറ്റ് വണ്ടിയാ അല്ലേ? എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇതിന്റെ പ്രൈസ് നമുക്ക് വരുന്നത് 78 അല്ലേ? 78,000 രൂപ കിട്ടോ. ഇതൊക്കെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കട്ടെ നമുക്ക്. നമുക്ക് എത്ര വണ്ടി ലോൺ 8 രൂപ വണ്ടി ഇറക്കാം. അപ്പൊ 8,000 രൂപ വണ്ടി ഇറക്കാം. അടുത്ത് 2018 ആക്സസ്. 18 മോഡൽ ആക്സസ്. സിംഗിൾ ഓണർ വണ്ടി. നീറ്റ് വണ്ടിയാ അല്ലേ? എത്ര കിലോമീറ്റർ ഏകദേശം? 7,000 റേറ്റ് എങ്ങനെ വരുന്നത്? 49,000 രൂപ അല്ലേ? അപ്പൊ 49,000 രൂപ ആക്സസ്. അടുത്ത് ഇതൊക്കെ 40 രൂപ ഫൈനാൻസ് ചെയ്ത് കൊടുക്കട്ടെ നമുക്ക്. 5,000 രൂപ 5 രൂപ 4 രൂപ വണ്ടി ഇറക്കാം അല്ലേ? എന്റെ 2022 മോഡൽ. 2022 എൻടോർക്ക് അല്ലേ? ഓണർഷിപ്പ് എങ്ങനെയാണ്? ഫസ്റ്റ് ഓണർ ആണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 22,000 കിലോമീറ്റർ. 22,000 കിലോമീറ്റർ വണ്ടി. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 78 അല്ലേ? അപ്പൊ 78,000 രൂപ എൻടോർക്ക് കിട്ടോ. 70 രൂപ ഫൈനാൻസ് ചെയ്ത് കൊടുക്കാം. 8,000 രൂപ ഇറക്കാം. അടുത്ത വണ്ടി അത് 2019 ആക്സസ്. 19 മോഡൽ ആക്സസ്. സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ 37,000. 37,000 കിലോമീറ്റർ വണ്ടി കേട്ടോ. എങ്ങനെയാ റേറ്റ് വരുന്നത്? പ്രൈസ് വരുന്നത് 52,000. 52,000 രൂപ. 48,000 ഫൈനാൻസ് ചെയ്ത് കൊടുക്കാം. 48,000 രൂപ ഫൈനാൻസ് ചെയ്യുന്ന വണ്ടിയാണ്. 4,000 രൂപ വണ്ടി ഇറക്കാം. 4,000 രൂപ വണ്ടി ഇറക്കാം. അത് നമുക്ക് ഈ ആക്റ്റീവ് എങ്ങനെയാണ്? ആക്റ്റീവ് 2019. 2019 ആക്റ്റീവ്. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. പക്ക നീറ്റ് ആണ്. ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം വണ്ടി. 26,000 കിലോമീറ്റർ ഓട്ടുള്ളൂ. പെയിൻ ക്വാളിറ്റി കാരണം നല്ല വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. പക്ക. എങ്ങനെ റേറ്റ് വരുന്നത്? നമുക്ക് 55. 55,000 രൂപ. 55,000 രൂപ കിട്ടോ. അതൊക്കെ ഒരു 6,000 രൂപ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. അടുത്ത് ഇത് 2019 സൂപ്പർ സ്പ്ലെൻഡർ 125. 19 മോഡലാ അല്ലേ? ഓണർഷിപ്പ് എങ്ങനെയാണ്? ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 14,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുള്ളൂ. 14,000 ആകെ ഓടിയിട്ടുള്ളൂ വണ്ടി അല്ലേ? എങ്ങനെയൊക്കെ റേറ്റ് വരുന്നത്? ഇത് 47, 44 ലോൺ ചെയ്ത് കൊടുക്കാം. 3,000 രൂപ വണ്ടി ഇറക്കാം നമുക്ക്. 3,000 രൂപ ഇറക്കാം അല്ലേ? സിവില് കറക്റ്റ് ആവണം കേട്ടോ. 750 വില വേണം അല്ലേ? സ്കോർ കറക്റ്റ് ആണെങ്കിൽ വെച്ച്. ഇത് 2023 ആക്സസ്. 2023 ആക്സസ്. ഓണർഷിപ്പ് സിംഗിൾ ആയിരിക്കും. സിംഗിൾ ഓണർ. 19,000 കിലോമീറ്റർ. 19,000 കിലോമീറ്റർ. മാറ്റ് ബ്ലാക്ക് വരുന്ന ടൈപ്പ്. ഡിസ്ക് ബ്രേക്ക് വരുന്ന വണ്ടിയാണ്. കിലോമീറ്റർ 19,000 കിലോമീറ്റർ. റേറ്റ് വരുന്നത് ഇത് നമുക്ക് 87,000 രൂപ അല്ലേ? അപ്പൊ 87,000 രൂപ കിട്ടോ. അടുത്ത വണ്ടി ഇത് ഗ്ലാമർ പാഷൻ പ്രോ 2019 പാഷൻ പ്രോ. ഓണർഷിപ്പ് എങ്ങനെയാണ്? സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ 38,000 കിലോമീറ്റർ. വണ്ടി റേറ്റ് വരുന്നത് എങ്ങനെയാ? വണ്ടി നമുക്ക് 47,000 രൂപ അല്ലേ? ഒന്ന് വൃത്തിയാക്കി തരട്ടോ. ഇതിപ്പോ വണ്ടി വന്നിട്ടുള്ളൂ. ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം. അടുത്ത് ഇത് 2020 ഡ്യൂക്ക് 200.
2020 മോഡലാണ് 200. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ. കിലോമീറ്റർ ഏകദേശം 24,000 കിലോമീറ്റർ. 24,000 കിലോമീറ്റർ ഓടിക്കുന്നത്. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. എങ്ങനെയൊക്കെ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് വരുന്ന പ്രൈസ് 1,38,000. 1,38 കേട്ടോ. ഡൂക്ക് 200. അടുത്ത് ഇത് 2022 ആക്റ്റീവ് അല്ലേ? ഓണർഷിപ്പ് എങ്ങനെയാണ്? ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 17,000 കിലോമീറ്റർ ഓടിയില്ലേ? സിംഗിൾ ഓണർ അല്ലേ വണ്ടി? സിംഗിൾ ഓണർ വണ്ടി. എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് 75 അല്ലേ? അടുത്ത് ഇത് 2018 വണ്ടി. ഫാസിനോ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ ഓടിയത് 31,000 കിലോമീറ്റർ വണ്ടി അല്ലേ? എങ്ങനെയാ റേറ്റ് വരുന്നത്? അത് നമുക്ക് 42,000 രൂപ അല്ലേ? 42,000 രൂപക്ക്. അടുത്ത് ഗ്ലാമറോ? 2021 ഗ്ലാമർ 27,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. റേറ്റ് എങ്ങനെയാണ്? ഇത് നമുക്ക് വരുന്ന പ്രൈസ് 58,000 രൂപ അല്ലേ? അപ്പൊ 58,000 രൂപ കേട്ടോ. അടുത്ത ഗ്ലാമർ. ഇത് 2022 മോഡൽ ബ്ലാക്ക് കളർ സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ ഇത് 19,000 കിലോമീറ്റർ. 19,000 കിലോമീറ്റർ. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് വരുന്നത് 67,000 രൂപ അല്ലേ? അപ്പൊ 67,000 രൂപ കേട്ടോ. അടുത്ത് പൾസർ ഏതാ മോഡല്? 2018 പൾസർ ഡബിൾ ഡിസ്ക് വരുന്ന സാധനമാണ്. എങ്ങനെയാണ്? ഫസ്റ്റ് ഓണർ ആണ്. 48,000 ഓടിയിട്ടുണ്ട്. ഇത് നമുക്ക് വരുന്ന പ്രൈസ് 43,000 രൂപ അല്ലേ? ഇനി നമുക്ക് സ്റ്റാർ ക്ലാസിക് 2018 മോഡൽ. എങ്ങനെയാണ്? ഇത് സിംഗിൾ ഓണർ ആണ്. പിന്നെ ഇത് നമുക്ക് വരുന്ന പ്രൈസ് വരുന്നത് 97,000 രൂപ. കിലോമീറ്റർ ഏകദേശം 50,000 അടുത്ത് ഓടിയിട്ടുണ്ട്. 50,000 കിലോമീറ്റർ വണ്ടി അല്ലേ? വണ്ടി നീറ്റാണ്. വണ്ടി ഓട്ടോ കറക്റ്റ് കമ്പനി സർവീസ് ആണ്. വണ്ടിയാണ്. അടുത്ത് ഇതൊക്കെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കട്ടെ. നമുക്ക് 10-15 ഉറുപ്പിന്റെ വണ്ടി ഇറക്കാം. 15,000 രൂപയുടെ വണ്ടി ഇറക്കാം. ഇത് ഏവിയേറ്റർ 2019 മോഡൽ ഏവിയേറ്റർ. ഡിസ്ക് ബ്രേക്ക് കേട്ടോ. സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ ഏകദേശം 16,000 കിലോമീറ്റർ. 16,000 കിലോമീറ്റർ ഏവിയേറ്റർ. റേറ്റ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് 52,000 രൂപ അല്ലേ? 52,000 രൂപ. അടുത്തതോ? ജൂപ്പിറ്റർ 2019 ക്ലാസിക് 2019 മോഡൽ അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ അത് 32,000 കിലോമീറ്റർ വണ്ടി കേട്ടോ. റേറ്റ് വരുന്നത്? അത് നമുക്ക് 52 കൊടുക്കാം. 52,000 രൂപ. അതിനൊക്കെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കട്ടോ. 4 രൂപ വണ്ടി ഇറക്കാം. ഇക്ക നമ്മുടെ ലൊക്കേഷൻ മാങ്കാവ് പുതിയ വരുന്ന ലുലുമാളിന്റെ തൊട്ടടുത്ത്. അവിടുന്ന് വരാണെങ്കിൽ ടൗണിൽ നിന്ന് വരാണെങ്കിൽ മീംസ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് ഒരു 300 മീറ്റർ മുന്നോട്ട് വന്നാൽ മതി. മാങ്കാവ് ഇങ്ങോട്ട് വരാണെങ്കിൽ ലുലുമാൾ കഴിഞ്ഞിട്ട് 100 മീറ്റർ വന്നാല് ബോർഡ് കാണിച്ചത് നമ്മളെ മാങ്കാവിലെ പോകുന്ന റോഡാണ്. റോഡ് സൈഡ് തന്നെ കേട്ടോ. കാലിക്കറ്റ് ഓട്ടോ. ഇക്ക നമ്മുടെ ലോണിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ലോണ് ബൈക്ക് ബസാർ ഉണ്ട്, ധനലക്ഷ്മി ഉണ്ട്, സുപ്ര ഉണ്ട്, പിന്നെ IDFC ഉണ്ട്. റേറ്റ് അല്ല നമ്മളെ പലിശ ഇൻട്രസ്റ്റ് 15.5 13.5 അല്ലേ? അപ്പൊ നമുക്ക് എല്ലാണ്ട് സിവിൽ ഇല്ലാത്തവർക്കാണെങ്കിൽ സിവിൽ ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് സാധാ ഇതുണ്ട്, നോർമൽ ഫൈനാൻസ് ഉണ്ട്. അത് പിന്നെ മാക്സിമം ലോൺ കിട്ടൂല. നമുക്ക് മാക്സിമം ഒരു 60% 65% വരെ ലോൺ കിട്ടും. സബ്സ്ക്രൈബേഴ്സ് വരാണെങ്കിൽ ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റേ നല്ലൊരു വീഡിയോ നമുക്ക് അടുത്ത കാണാം.